ശ്രീ വി പി മുസ്തഫ, ഞാൻ എത്താം. സന്ദീപ് മുസ്തഫ, ഇവിടെ സ്വർണ്ണക്കടത്ത് വീണ്ടും ആവർത്തിക്കുന്നത് വീണ്ടും ചർച്ചയാക്കാനാണ്. അത് വിജയിക്കുക. ഇപ്പം പ്രധാനമന്ത്രി ഒരു പ്രോംപ്റ്ററിൽ നോക്കി വായിക്കുന്ന ഒരു പ്രസംഗത്തിൽ ടങ് സ്ലിപ്പിൽ വരില്ല. അത് പറയണമെന്ന് ഉറപ്പിച്ച് പറയുന്നതാണ്. ചർച്ചയാക്കലാണ് ഉദ്ദേശം. വീണ്ടും ചർച്ചയാവുകയാണ്. ഇപ്പോൾ ഇന്ന് പ്രതിപക്ഷ നേതാവ് അതിനെക്കുറിച്ച് പറയുന്നു, കെ സുധാകരൻ പറയുന്നു, വി മുരളീധരൻ വീണ്ടും ആവർത്തിക്കുന്നു, കെ സുരേന്ദ്രൻ വീണ്ടും ആവർത്തിക്കുന്നു, അതിന് എം വി ഗോവിന്ദന് മറുപടി പറയേണ്ടി വരുന്നു. വീണ്ടും ചർച്ചയാവുകയാണ്. അക്കാര്യത്തിൽ വിജയിക്കുന്നില്ലേ മുസ്തഫ? ചർച്ചയാക്കുക മാത്രമല്ലേ അവർക്ക് ഉദ്ദേശമുള്ളൂ. ഞാൻ അതാ പറഞ്ഞത്, ഈ തെരഞ്ഞെടുപ്പിൽ യഥാർത്ഥ പ്രശ്നങ്ങൾ പറയാനില്ല. പ്രധാനമന്ത്രി വന്നിട്ട് യഥാർത്ഥത്തിൽ പറയേണ്ടത് എന്താ? അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ കോർ ഏരിയ ഉണ്ടാകേണ്ടത് ഏതാ? നമ്മൾ ചർച്ച ചെയ്യേണ്ടിയിരുന്നത് ഏതാ? 10 വർഷത്തെ അദ്ദേഹത്തിന്റെ വികസന നേട്ടം. അദ്ദേഹത്തിന്റെ ഭരണത്തെ വിലയിരുത്തുന്ന തെരഞ്ഞെടുപ്പിലേക്കല്ലേ പോകുന്നത്? കേരള ഭരണത്തെ വിലയിരുത്തുന്ന തെരഞ്ഞെടുപ്പിലേക്കല്ലല്ലോ. കേരള ഭരണത്തെ വിലയിരുത്തിക്കൊണ്ട് ഈ സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് തന്നെയല്ലേ ഇതേ നരേന്ദ്രമോദിയും അമിത്ഷായും വന്നിട്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് പിടിക്കാൻ വേണ്ടി പറഞ്ഞത്? അവര് തന്നെയല്ല പറഞ്ഞത്. തൃശ്ശൂരിൽ ഉൾപ്പെടെ അവർ പ്രസംഗിച്ചല്ലോ. അന്നും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി പ്രസംഗിച്ചില്ലേ? ഇതൊക്കെ സ്വർണ്ണക്കള്ളക്കടത്ത് കേസല്ലേ പറഞ്ഞത്? ശംഖുമുഖത്ത് അമിത്ഷാ നടത്തിയ പ്രസംഗം നേരത്തെ താങ്കൾ തന്നെ ഇവിടെ കേൾപ്പിച്ചില്ലേ? അപ്പോ ഇതെല്ലാം പറഞ്ഞിട്ടും 2021 തെരഞ്ഞെടുപ്പിൽ ഇവര് തന്നെ ഈ സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് അതിന്റെ ഏറ്റവും തീവ്രതയിൽ നിൽക്കുന്ന ഘട്ടം. അന്ന് ഇത്രയോളം കാര്യങ്ങൾ വ്യക്തമല്ല. അന്ന് ബിരിയാണി ചെമ്പ് കിടക്കുകയാണ്, അന്ന് പിന്നെ ഖുറാനിലെ സ്വർണം കിടക്കുകയാണ്, അന്ന് ഈത്തപ്പഴത്തിന്റെ കുരുവിലെ സ്വർണം കിടക്കുകയാണ്, അന്ന് ആ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച കെ ടി ജലീൽ ഉൾപ്പെടെയുള്ള മന്ത്രിമാർ ദിവസങ്ങളോളമാണ് ഇഡിയുടെ ചോദ്യം ചെയ്യലിന് വിധേയരായത്. ഇവരെല്ലാം പ്രതിയാകുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയും ഇല്ലാത്ത സമയത്ത് അതിതീവ്രമായി ഈ വിഷയങ്ങൾ ഉന്നയിച്ചിട്ട് കേരളത്തിലെ ജനത എങ്ങനെയാണ് പ്രതികരിച്ചത് എന്ന് നമ്മൾ കണ്ടതാ. അതുകൊണ്ട് ഈ നനഞ്ഞ ചീറ്റിപ്പോയ പടക്കത്തിന് വീണ്ടും തീ കൊടുക്കാൻ വേണ്ടിയിട്ട് തീപ്പട്ടി ഉരിയുന്ന അവസ്ഥയിലേക്ക് ഒരു പ്രധാനമന്ത്രി എത്തുക എന്ന് പറഞ്ഞാൽ, ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് പ്രധാനമന്ത്രി എന്നുള്ളത് വലിയ പദമാണ്. പക്ഷേ BJP നേതാവായ നരേന്ദ്രമോദി തൽക്കാലം 4 വോട്ട് കിട്ടാൻ, തെരഞ്ഞെടുപ്പിൽ ഒരു വിഷയം കെട്ടാൻ വേണ്ടിയിട്ട് ചീറ്റിപ്പോയ പടക്കത്തിന് വീണ്ടും തീ കൊടുക്കാൻ തീപ്പട്ടി ഉരയുന്ന അവസ്ഥയിലേക്കുള്ള ഒരു ഗതികേടിലെത്തുമ്പോ എന്തു പറയണം? തന്റെ 10 വർഷത്തെ ഭരണ നേട്ടം പറയണ്ടേ? 50 റുപ്യക്ക് പെട്രോൾ കൊടുക്കാൻ, ഡീസൽ കൊടുക്കാൻ പറഞ്ഞ വാഗ്ദാനം എവിടെ പോയി?